ഇവിടെ നമ്മുടെ രാജേഷ് ഏട്ടനുണ്ട്. രാജേഷ് ഏട്ടാ നമസ്കാരം. ഇതിപ്പം നമ്മുടെ ഗ്രീൻ പീസ് കറിയാണ്. ഗ്രീൻ പീസ് കറി ഇങ്ങനെ തയ്യാറായിട്ട് വരികയാണ്, തിളച്ചു തുടങ്ങി. എത്ര മണിക്ക് തുടങ്ങും പരിപാടി? ഞങ്ങൾ ഒരു 4 മണിയാകുമ്പോൾ 4 മണിയാകുമ്പോഴേക്ക് തുടങ്ങും. എന്താണ് ഇവരുടെ പ്രത്യേകിച്ചുള്ള ആരോഗ്യത്തിനുള്ള പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ? രാവിലെ മുട്ട, പാലുണ്ടായിരുന്നു. മുട്ട, പാല് അത് രാവിലെ കൊടുക്കും. പിന്നെ അത് കഴിച്ചു കഴിഞ്ഞു. ഇപ്പൊ കഴിച്ചിട്ടില്ല. മുട്ട ഇതൊക്കെ കഴിച്ചു. പിന്നെ വെളുപ്പിനെ ബ്രെഡ്, കടിഞ്ചായ. എത്ര മണിക്ക് ബ്രെഡ് കൊടുക്കും? ബ്രെഡ് അവർ എഴുന്നേറ്റ് പല്ല് തേച്ച് വന്ന ഉടനെ കൊടുക്കും. ഒരു 5 മണിയപ്പം ബ്രെഡ്. അതിനുശേഷം അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റ് എന്താ വരിക? ഇത് ചിലപ്പോൾ അപ്പം, ഇടിയപ്പം, അങ്ങനെ ചപ്പാത്തി, അങ്ങനെ കറി എന്തായിരിക്കും ഉണ്ടാവുക? വെജിറ്റബിൾ കറി എല്ലാം. വെജിറ്റബിൾ കറി എല്ലാം ഉണ്ടാവും. ഉച്ചയാകുമ്പോൾ മീൻകറി, ചോറ്, തോരൻ, അച്ചാറ്, അങ്ങനെയുള്ള ഐറ്റം. നോൺ വെജ് ഉണ്ടാവൂല്ലോ ഉച്ചയ്ക്ക്? നോൺ വെജ് എന്ന് പറയുമ്പോൾ ബീഫ് മാത്രം. ബീഫൊക്കെ വൈകിട്ടേ ഉള്ളൂ. വൈകുന്നേരം ആകുമ്പോൾ നോൺ വെജ് ഉണ്ടാവും ഉണ്ട് അല്ലേ? പ്രോട്ടീൻ ഒക്കെ വൈകുന്നേരത്തേക്ക്, വൈകിട്ട്. ബാക്കി കാർബോ. അതൊന്നും ഇല്ല. ഓക്കെ. അപ്പം രാജേഷ് ഏട്ടാ 45 ദിവസം ചേട്ടൻ തന്നെ ആയിരുന്നോ? അതെ. തൊഴ പിടിക്കുന്നത് പോലെ പണിയാണ് ഇതും. തീർച്ചയായിട്ടും. ചേട്ടൻ തുഴഞ്ഞിട്ടുണ്ടോ? ഫുഡിലാണ് ഏറ്റവും മെയിൻ കാര്യം. ഫുഡിലാണ് ഇതിനകത്ത് മെയിൻ കാര്യം ഇരിക്കുന്നത്. നമ്മുടെ കൊച്ചുമോൻ ഇവർ രണ്ടുപേരുമാണ് നമ്മുടെ 5 വർഷമായിട്ട് നമ്മുടെ പാചകത്തിന്റെ. നമ്മുടെ പേരെന്താ? എൻ്റെ പേര് കൊച്ചുമോൻ. എൻ്റെ പേര് ഗിരീഷ്. ഞാൻ കമ്മിറ്റി